ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഫിഗർ. KSRTC ക്യൂ ഒക്കെ നിന്ന് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആനവണ്ടിക്ക് ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. വെബ്സൈറ്റ് വഴിയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ സെർവർ ഇഷ്യൂ കാര്യങ്ങളെല്ലാം വരാറുണ്ട്. എന്നാൽ ഇനി മുതൽ നമുക്ക് എന്നും ബുദ്ധിമുട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മുടെ വാട്സപ്പിനകത്തൂടെ ഒരാളോട് ചാറ്റ് ചെയ്യും പോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ റിയൽ ടൈമിൽ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചോ. എന്തായാലും നമുക്കിനി ഫ്യൂച്ചറിൽ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ നമ്പർ ഇതാണ് 9447701021. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും നമ്മൾ ഇപ്പോൾ തന്നെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അത് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ താഴെ ആദ്യം സജഷനിൽ വരുന്നുണ്ട് KSRTC എന്ന് പറഞ്ഞിട്ട്. അവിടെ ചാറ്റ് എന്ന ബട്ടണിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ചാറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തേക്ക് ചാറ്റിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഏതൊരു ഭാഷയിൽ വേണോ നമുക്ക് തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ള ഒരു AI ചാറ്റ് ബോട്ട് തന്നെയാണ്. മംഗ്ലീഷോ മലയാളമോ ഇംഗ്ലീഷോ എങ്ങനെ വേണം നിങ്ങൾക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഹായ് എന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് ചാറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഒന്ന് ട്രയൽ അടിച്ച് നോക്കിയായിരുന്നു നമുക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് വർക്ക് ആവുമെന്ന് അറിയാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൊറിയാണ് മുകളിൽ വന്നത്. ക്ലിയർ ചെയ്യാമോ, എൻ്റെ പ്രീവിയസ് ചാറ്റ് ക്ലിയർ ചെയ്യാമോ ചോദിച്ചതിൻ്റെയാണ് അത് ക്ലിയർ ആയി വന്നത്. പ്ലീസ് വെയർ വുഡ് യു ലൈക്ക് ടു ട്രാവൽ ഫ്രം ആൻഡ് ടു എന്നുള്ളത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഹായ് നയിക്കുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഹായ് ഹൗ ആർ യു, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ, അങ്ങനെ തരത്തിലുള്ള ഒരു ഗ്രീറ്റിംഗ്സോട് കൂടി ഒരു മെസ്സേജ് ആയിരിക്കും. എനിക്കിവിടെ ആദ്യം തന്നെ വേർ ആർ യു ട്രാവലിംഗ് ഫ്രം, യു ക്യാൻ ടാപ്പ് എ സിറ്റി ബിലോ ഓർ ജസ്റ്റ് ടൈപ്പ് ദ നെയിം എന്ന് കാണിക്കുന്നുണ്ട്. സിറ്റി നെയിം എവിടെ നിന്നാണ് യാത്ര ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ സെലക്ട് സിറ്റിയിൽ ട്രിവാൻഡ്രം കൊടുത്തു, എന്നിട്ട് സെൻഡ് കൊടുക്കുവാണ്. വളരെ ഈസി ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് കേട്ടോ. നമുക്കിങ്ങനെ ഡ്രോപ്പ് ഡൗൺസ് ഒക്കെ വരും. നമുക്ക് അതിനകത്തോട്ട് സെലക്ട് ചെയ്ത് പോയാൽ മതി. നമുക്ക് ഏത് ഭാഷയിലാണോ സംസാരിക്കാനും പറ്റും. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം കൊടുത്തപ്പോൾ തന്നെ റെസ്പോൺസ് വന്നു, ഗ്രേറ്റ് ബോർഡിംഗ് ഫ്രം ട്രിവാൻഡ്രം എന്ന് പറയുന്നു. വിച്ച് സിറ്റി ആർ യു ട്രാവലിംഗ് ടു, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. അവിടെ സെലക്ട് സിറ്റി കൊടുക്കുക. ഞാൻ ജസ്റ്റ് കൊല്ലം സെലക്ട് ചെയ്തു, സെൻഡ് എന്ന് കൊടുത്തു. അപ്പം നമുക്ക് ഫ്രമും ടൂവും വളരെ ഈസി ആയിട്ട് തന്നെ ഇതേപോലെ ഡ്രോപ്പ് ഡൗൺ ത്രൂ നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത് ചോദിക്കാൻ ടു ഹെൽപ്പ് അസ് ഫൈൻഡ് യുവർ ബസ് ഫ്രം ട്രിവാൻഡ്രം ടു കൊല്ലം, കുഡ് യു പ്ലീസ് ടെൽ അസ് വിച്ച് ഡേ യു വുഡ് ലൈക്ക് ടു ട്രാവൽ, യു ക്യാൻ ടാപ്പ് ആൻ ഓപ്ഷൻ ഓർ ടൈപ്പ് ഓൺ ഡേറ്റ്. ഓക്കെ, ടു ടൈപ്പ് ദ ഡേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് എന്നാ പോകേണ്ടതെന്ന് ചോദിക്കുന്നത് ഞാൻ ടുമാറോ എന്നുള്ള കൊടുക്കും. ട്രിവാൻഡ്രം ടു കൊല്ലം ടുമാറോ ആണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ നാളെയാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ടുമാറോ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്ത് ചോദിക്കുന്നത് for just checking how many of you are traveling, you can type a number 1 to 6 or type it. എത്ര പേരാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ പാസഞ്ചറിൻ്റെ കൗണ്ടും വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. അതെല്ലാം ഇതേപോലെ സെലക്ഷൻ മെത്തേഡ് കൂടെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ ടൈപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് തന്നെ പോകാൻ പറ്റും. ഞാൻ 1 പാസഞ്ചർ കൊടുക്കുന്നുണ്ട്, സെൻഡ് കൊടുത്തു. ഓക്കെ, വളരെ ഈസി ഓപ്പറേഷൻ അല്ലേ, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഉടനെ ചെക്കിങ് അവൈലബിൾ ബസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. 1 മൊമെൻറ്റ്. ഉടനെ അടുത്ത് താഴെ വി ഫൗണ്ട് 91 ബസ് ഫ്രം ട്രിവാൻഡ്രം ടു കൊല്ലം കാണിച്ചു. ആ ചൂസ് ടൈം എന്നുള്ളത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ചൂസ് ടൈമിനകത്ത് മോർണിംഗ് ആഫ്റ്റർനൂൺ ഏത് സമയത്തുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, വൈകുന്നേരമാണോ, രാത്രിയാണോ, അതോ ഷോ ഓൾ ബസ്സസ് കാണിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണോ ഓപ്റ്റ് ചെയ്യാം. ഞാൻ ഷോ ഓൾ ബസ്സസ് കൊടുത്തു, സെൻഡ് കൊടുക്കുവാണ്. ഇപ്പോൾ അതിന് ആദ്യം എനിക്കിതിനകത്ത് ഏകദേശം ഒരു 9 എണ്ണത്തിൻ്റെ ലിസ്റ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പല ടൈമിൽ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു 8:30 ജസ്റ്റ് സെലക്ട് ചെയ്യുവാണ്. 8:30 ടൈമിൻ്റെ സെലക്ട് ചെയ്തു. 95 റുപ്പീസ് കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽ എല്ലാം അവിടെ കാണാം. സൂപ്പർ ഫാസ്റ്റ് ആണ്. 49 സീറ്റുള്ള ബസ്സാണെന്ന് തോന്നുന്നു. അതിനകത്ത് അങ്ങനെയാണ് കാണിക്കുന്നത്. ബസ്സിൻ്റെ ഒരു നമ്പർ കാണിക്കുന്നുണ്ട്, സൂപ്പർ ഫാസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്, സമയം 8:30 എന്ന് കാണിക്കുന്നുണ്ട്. 95 റുപ്പീസാണ് അതിൽ വരുന്നത്. ഞാനപ്പോൾ സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫെച്ചിങ് ഓൺ ബോർഡിംഗ് പോയിന്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പം ദ ഓൺലി ഓൺ ബോർഡിംഗ് പോയിന്റ് ഫോർ ദിസ് ബസ് ഈസ് ട്രിവാൻഡ്രം അറ്റ് 8:30 AM കാണിക്കുന്നുണ്ട്. അടുത്ത് ലൈവ് സീറ്റിൻ്റെ കൗണ്ട് നോക്കുവാണ്. ഇപ്പം ഏതൊക്കെ സീറ്റാണ് ഓക്യുപ്പൈ ആയിട്ടുള്ളത്, ബുക്ക്ഡ് ആയിട്ടുള്ളത്, ഇനി ഏതൊക്കെ വേക്കൻ്റ് ആണെന്നുള്ളത് നോക്കിയതിന് ശേഷം ബുക്കിങ്ങിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. പ്ലീസ് പിക്ക് എ സീറ്റ് ബൈ ടാപ്പിംഗ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സീറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 49 സീറ്റ്സ് അവൈലബിൾ, ടേപ്പ് മോർ സീറ്റ്സ് ഫോർ ദ റെസ്റ്റ്. അപ്പോൾ അതിലും സെലക്ട് സീറ്റ് എന്നുള്ള കൊടുത്തു കഴിയുമ്പോൾ പിന്നെയും ഇതിനകത്തും 9 എണ്ണമുള്ള ഒരു ലിസ്റ്റാണ് വരുന്നത് കേട്ടോ. ഓരോ തവണയും ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ 9 വെച്ച് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം സീമോറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് പോയാൽ കൂടുതൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇതിനകത്ത് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. സീറ്റ് 1 സീറ്റ് 2 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സീറ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് സെൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് വിൻഡോ ലോവർ നോൺ AC 95 എന്നുള്ള റേറ്റാണ് അതിൽ വരുന്നത്. നമ്മുടെ പേരും വയസ്സും നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള നമ്മുടെ ജെൻഡറും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് സെൻഡ് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ
കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം റിവ്യൂ ചെയ്തതിന് ശേഷം അടുത്തൊരു റെസ്പോൺസ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ ഇനി അങ്ങ് പോകുന്നത്. അതായത് നമ്മുടെ ബുക്കിങ്ങിൻ്റെ ഓൾമോസ്റ്റ് കൺഫർമേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. പ്ലീസ് റിവ്യൂ യുവർ ബുക്കിംഗ് സമ്മറി ബിലോ ആൻഡ് കൺഫേം ടു പ്രൊസീഡ് ടു പേയ്മെൻറ്റ്. ബസ് നമ്പർ കാണിക്കുന്നുണ്ട്. ബോർഡിംഗ് ട്രിവാൻഡ്രം ആണ്. ഡ്രോപ്പിംഗ് പോയിൻറ്റ് കൊല്ലമാണ്. ഒരു പാസഞ്ചറാണ്. പേരും ഡീറ്റെയിൽ എല്ലാം കാണിക്കുന്നുണ്ട്. ഫെയർ 95. ഒരു SRT എന്ന് പറഞ്ഞൊരു ചാർജസ് 10 rupees പേയ്മെൻറ്റ് ചാർജ് എന്ന് പറഞ്ഞൊരു 1 രൂപയും കൂടെ ചേർത്ത് ടോട്ടൽ 106 രൂപയാണ് ഇതിന് ചാർജ് വരുന്നത്. കൺഫേം ആൻഡ് പേ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്കതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. കൺഫേം ആൻഡ് പേ. നമുക്ക് ഇതിനകത്തൂടെ തന്നെ പേയ്മെൻറ്റും ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഹോൾഡിംഗ് യുവർ സീറ്റ് വിത്ത് KSRTC എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമുക്ക് പേ നൗവിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ടേപ്പ് ദ ബട്ടൺ ടു പേ 106 സെക്യൂർ ഓൺ ദ ഒഫീഷ്യൽ KSRTC പേജ്. യുവർ ടിക്കറ്റ് വിൽ ബി ഇഷ്യൂഡ് വൺസ് പേയ്മെൻറ്റ് ഈസ് കൺഫേംഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. Please complete the payment on the current page. We will issue your e-ticket once it's successful. You can send us your PNR anytime to check its status. അപ്പോൾ നമുക്കിനി അടുത്ത് എന്താ പേയ്മെൻറ്റാണ് ചെയ്യേണ്ടത്. പേ നൗ എന്നുള്ള ഈ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഓൺലൈൻ KSRTC.swift.com എന്ന് പറയുന്ന അവരുടെ ഒരു പേജിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ എല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്ത ഡാറ്റ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് UPI സെലക്ട് ചെയ്യാം. UPI ഏതെങ്കിലും ആപ്സ് യൂസ് ചെയ്ത് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. GPay, ഭീമോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് റാൻഡംലി നമുക്ക് ഭീമിനകത്തൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ സക്സസ്ഫുള്ളി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ബുക്കിംഗ് കൺഫർമേഷൻ പേജ് വന്നിട്ടുണ്ട് കേട്ടോ. കൺഫർമേഷനായിട്ട് ബുക്കിംഗ് സക്സസ്ഫുൾ, ടിക്കറ്റ് ബുക്ക്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ബോർഡിംഗ് QR ഇങ്ങനെയുള്ള ഡീറ്റെയിലും ഇതിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഡൺ കൊടുക്കുമ്പോൾ തിരിച്ച് നമ്മുടെ വാട്സപ്പിലേക്ക് തന്നെ പോകും. അവിടെ കൃത്യമായിട്ട് തന്നെ താഴെ ബുക്കിംഗ് കൺഫർമേഷൻ ആയതിൻ്റെ മെസ്സേജും നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. PNR നമ്പറും ജേണിയുടെ റൂട്ട് ഡീറ്റെയിലും ബാക്കി എല്ലാം കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ആർക്കും ഇതുപോലെ ചാറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആനവണ്ടിയുടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാണും, ഒരുപാട് ടഫായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അകത്ത് ഓരോ തിരിച്ചുള്ള റെസ്പോൺസ് എല്ലാം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തിരിച്ചുള്ള റെസ്പോൺസിൻ്റെ ടേമുകളും വരുന്ന വാക്കുകളും എല്ലാം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി തിരിച്ച് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലാണ്. അത് കൂടുതൽ സിംപ്ലിഫൈ ആക്കാൻ വേണ്ടി കൂടുതലും ഓപ്ഷൻസും അതിനകത്ത് സെലക്ട് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗണുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഈസി ആക്കാൻ പറ്റുന്നുണ്ട് ആർക്കും. അതുപോലെ ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ് ഇതിനകത്ത് ചാറ്റ് ചെയ്ത്, നിങ്ങൾക്ക് മംഗ്ലീഷിലോ പ്യുവർ മലയാളത്തിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംസാരിച്ചുകൊണ്ട് ബുക്ക് ചെയ്യാനും പറ്റും. പേയ്മെൻറ്റും വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ വഴി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതിന് മുമ്പേ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില തവണ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ഹാലൂസിനേഷൻ ഫീൽ വരാറുണ്ട്. യൂഷ്വലി എല്ലാ പ്ലാറ്റ്ഫോംസിനും ഇങ്ങനെയുള്ള ഹാലൂസിനേഷൻ വരാറുണ്ട്. കാരണം അത് ഗ്രാജുവലി അത് ഒന്ന് ഫിക്സ് ആവത്തുള്ളൂ. അതെന്താ കാര്യമെന്ന് പറഞ്ഞാൽ ഹാലൂസിനേഷൻസ് ആണ്, ഇതൊരു ഹ്യൂമൻ അല്ലല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു വരുമ്പോൾ അത് കൺഫ്യൂസ്ഡ് ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ തരുന്ന ഇൻഫർമേഷനിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. കുറച്ചുകൂടെ ക്ലാരിറ്റിയായിട്ട് നമ്മൾ സംസാരിച്ച് വരുമ്പോഴേ അത് നമ്മൾ പറയുന്ന ആ ഒരു ട്രാക്കിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാക്കിലേക്ക് എത്തത്തുള്ളൂ. അത് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫൈൻ ട്യൂൺ ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി ഫിക്സ് ആവും. അതൊക്കെ ഗ്രാജുവലിയാണ് എല്ലാ പ്ലാറ്റ്ഫോംസും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അത് ഇമ്പ്രൂവ് ആക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഇനിഷ്യേറ്റീവാണ് കേട്ടോ ഇത് KSRTCയുടെ ഭാഗത്തുനിന്ന്. അപ്പം ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്പർ സേവ് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ബുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ഇത് ഉപയോഗപ്പെടുത്തുക. അപ്പം അടുത്തൊരു അടിപൊളി കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.